എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 PSC ചോദിച്ചിട്ടുള്ള സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഏത് ഗ്രന്ഥിയാ? അത് പീനിയൽ ഗ്രന്ഥി അല്ലെ? പീനിയൽ ഗ്രന്ഥിയാണ്. ജസ്റ്റ് ഓർത്തു വെച്ചോളൂ. ഉറക്ക രീതികളൊക്കെ നിയന്ത്രിക്കുന്നതാണ്. പിന്നെ ഉറങ്ങാം എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ? പിന്നെ പീനിയൽ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പോൾ ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നതും പീനിയൽ ഗ്രന്ഥി എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ? നിയാസിൻ ആണ് അല്ലെ? അപ്പൊ നിയാസിനകത്തുള്ള നാ പോലെ ഓർത്തു വെക്കാം. നാ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ബി പോലെ വരും എന്ന് ഓർക്കാം. അപ്പൊ വൈറ്റമിൻ ബി ആണ് കേട്ടോ. വൈറ്റമിൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചിക്കൻ ബോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള വാരിസെല്ല സോസ്റ്റർ ആണ് കേട്ടോ. വാരിസെല്ല. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റ് നമുക്ക് എന്താ തരിക? എനർജി തരും അല്ലെ? ഊർജം നൽകുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 3R തത്വത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഓക്കെ, റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, അതേപോലെ തന്നെ റീസൈക്കിൾ ചെയ്യുക. അതാണ് 3R എന്ന് പറയുന്നത് കേട്ടോ. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഇനി അടുത്ത ചോദ്യം: എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാണ്? ലിഗമെന്റ് ആണ് അല്ലെ? ലിഗമെന്റുകളാണ്. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായിട്ടുള്ള കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയായിരിക്കും, അത് ക്യാൻസർ ആണ് അല്ലെ? ഇനി ഭൂഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ധ്രുവങ്ങളിലാണ് അല്ലെ? ആൻസർ ധ്രുവങ്ങളിലാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആൻസർ കിട്ടിയത്? എല്ലാവരും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ ഫോഴ്സുമായിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു G m1m2/r². ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ. ഇനി ജി എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg² ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് +11 അല്ല -11 ആണ്. അപ്പൊ അത്രത്തോളം ചെറിയ ഒരു ഫോഴ്സ് ആണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അതറിയണമെങ്കിൽ നമ്മൾ ഫോഴ്സ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് അറിയണം അല്ലെ? കാരണം ഫോഴ്സ് ഇസ് ഈക്വൽ ടു m×a ആണ്. ഓക്കെ, അല്ലെങ്കിൽ m×g ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ചിട്ട് ഫോഴ്സ് കൂടും അല്ലെ? ഒരാൾ താഴെയും ഒരാൾ മുകളിലും ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും എന്ന് ഓർത്തു വെക്കാം. ഡിസ്റ്റൻസ് കുറയണ അനുസരിച്ചിട്ട് ഫോഴ്സ് കൂടും. അപ്പൊ നമ്മുടെ ഭൂമിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കൂടുതൽ എവിടെയാ? ഇങ്ങോട്ടായിരിക്കും ഡിസ്റ്റൻസ് കൂടുതൽ അല്ലെ? അതായത് ഭൂമധ്യരേഖയിലായിരിക്കും ഡിസ്റ്റൻസ് കൂടുതൽ വരുന്നത്. ധ്രുവങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുറവാണ് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് കുറവ് എവിടെയാണ്? ധ്രുവങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് കൂടുതൽ ഉണ്ടാവുന്നത് ധ്രുവങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം കൂടുതൽ ഉണ്ടാവുന്നത് ധ്രുവങ്ങളിലാണ്. മനസ്സിലായോ? ഫോഴ്സും ജിയും അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിൽ നേരനുപാതത്തിലാണ് അല്ലെ? അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വികിരണം അല്ലെ? വികിരണം, റേഡിയേഷൻ. അപ്പൊ അതിന് മാധ്യമത്തിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പഠിച്ചു വെച്ചേക്കുക. മനുഷ്യ ശ്രവണ പരിധി എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്? 20 Hz to 20 kHz ആണ് അല്ലെ? 20 Hz to 20 kHz ആണ് ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. 20 Hz to 20 kHz അല്ലെങ്കിൽ 20,000 Hz കേട്ടോ. ഇനി ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ സയൻസിലെ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ട് പറയാവുന്നതാണ് അല്ലെ? 14 ജൂലൈ 2023 ആണ്. വലിയൊരു ജോലി തന്നെയായിരുന്നു തന്നെ ഓർത്തു വയ്ക്കാം. അപ്പോൾ വിക്ഷേപിച്ചിട്ടുള്ള മാസം ചോദിക്കുകയാണെങ്കിൽ ജൂലൈ ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാം. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സുനിത വില്യംസ് അല്ലെ? സുനിത വില്യംസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണെന്ന് പറയാവോ? CFC അല്ലെ? ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. STP അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 22.4 ലിറ്റർ ആണ് കേട്ടോ. വ്യാപ്തമാണ്, അപ്പൊ ലിറ്റർ ആണ് വരുന്നത്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്
മൈക്കിൾ ഫാരഡെ അല്ലെ, മൈക്കിൾ ഫാരഡെ ആണ്. പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള അറ്റോമിക നമ്പർ 118 ഉള്ള മൂലകത്തിന്റെ പേര് ഒഗ്നെസൺ ആണ്. എന്താണ് ആൻസർ? ഒഗ്നെസൺ ആണെന്നുള്ള കാര്യം പറഞ്ഞു വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കാം. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ ആണ് അല്ലെ. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കല ചോദിക്കുകയാണെങ്കിൽ ടെൻഡൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ആൻസർ? കരളാണ് അല്ലെ, കരളാണ്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാ? സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അക്രോമെഗാലിയാണ്. ഏതാണ്? അക്രോമെഗാലിയാണ് കേട്ടോ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? പറയാവോ? ആൻസർ ലൈസോസൈം അല്ലെ, ലൈസോസൈം ആണ്. ഓക്കെ, അപ്പൊ ഉമിനീരില് ലൈസോസൈം അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്? ലൈസോസൈം. ഓക്കെ, ലൈസോസൈം. ഇനി അടുത്ത ചോദ്യം. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ 2 ജൂൾ ആണ് വരണേ. എങ്ങനെയാ ചെയ്യണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, m×g×h അല്ലെ. എന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. മാസ് എത്രയാ? മാസ് 0.2 ആണ്, കെ ജിയിലാണ് കൊടുത്തിട്ടുള്ളത്. ജി എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ. അപ്പൊ 0.2 × 10 2, 2 × 1 2. അപ്പൊ 2 ജൂൾ ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ എനർജിയുടെയും അതേപോലെ തന്നെ വർക്കിന്റെ ഒക്കെ യൂണിറ്റ് ജൂൾസിലായിരിക്കും കേട്ടോ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഒരുപാട് തവണ PSC തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപവർത്തനം, റിഫ്രാക്ഷൻ ആണ് അല്ലെ, റിഫ്രാക്ഷൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുക കേട്ടോ. ഇതേപോലെയുള്ള എന്താ പറയാ, വെള്ളത്തില് സ്കെയിൽ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യണ പോലെ തോന്നും, അങ്ങനെയുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വരുന്ന മിക്കവാറും നമ്മൾ റിഫ്രാക്ഷന്റെ കേസുകളിലാണ് നമ്മൾ പറയാറുള്ളത്. ഇനി ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ താപനിലയ്ക്ക് തുല്യമായിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, 0 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ഓഗസ്റ്റ് 23 അല്ലെ. അപ്പൊ ഓഗസ്റ്റ് 23 2023 നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട തീയതി ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 23 എന്നുള്ളത് പഠിച്ചു വെക്കുക. നമ്മുടെ നാഷണൽ സ്പേസ് ഡേ അല്ലെ. ഇനി സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ആദിത്യ L1 അല്ലെ. സൂര്യനായതുകൊണ്ട് തന്നെ ആദിത്യ L1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രാജദ്രാവകം അക്വാറീജിയ എന്നാൽ അപ്പൊ അതിലൊരു റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിന്റെ ആൻസർ വരുന്നത് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിലുള്ള റേഷ്യോ 1:3 ആണ്. അപ്പൊ രാജദ്രാവകം അക്വാറീജിയ എന്നാൽ അതിന്റെ റേഷ്യോ വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയുള്ള നൈട്രിക് ആസിഡും ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. അതിന്റെ റേഷ്യോ 1:3 ആണ് കേട്ടോ. എത്രയാണ്? 1:3 ആണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സിങ്ക് സൾഫൈഡ് അല്ലെ. സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് കേട്ടോ. സിങ്ക് സൾഫൈഡ് ആണ്. ഓക്കെ. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. ആറ്റത്തിന്റെ വലുപ്പം കുറയാണോ ചെയ്യുക? അല്ല അല്ലെ. ആറ്റത്തിന്റെ വലുപ്പം കൂടും എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റിന് ശേഷം ഞാൻ പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ആൻസർ വരണേ എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ശ്രദ്ധിക്കാം. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു അല്ലെ. ശരിയാണ്. അലോഹ സ്വഭാവമാണ് കൂടി വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആണ്. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അങ്ങനെയല്ല, ആറ്റത്തിന്റെ വലിപ്പം കുറയാണ് ചെയ്യുക. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. തെറ്റാണ്. ലോഹ സ്വഭാവം കൂടുന്നു. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ കുത്തനെ എടുക്കുന്നുണ്ടല്ലോ. കുത്തനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? ഗ്രൂപ്പ് എന്ന് പറയാ. ഓക്കെ. കുത്തനെ എടുക്കുന്നതിന് എന്താ പറയാ? ഗ്രൂപ്പ് എന്ന് പറയും. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കില്ലേ, വിലങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയാം.
ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയാം. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ ഇരിക്കുന്ന കണ്ടോ? ഹൈഡ്രജന്റെ താഴെ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയേ, ആരൊക്കെയുണ്ട്? ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം, ഇങ്ങനെ കണ്ടില്ലേ? അപ്പൊ ഇതിലെ ഈ ലിഥിയം തൊട്ട് ഫ്രാൻഷ്യം വരെയുള്ള ആൾക്കാരെയാണ്, താഴത്തേക്കുള്ള ആൾക്കാർ കേട്ടോ, ലിഥിയം തൊട്ട് ഫ്രാൻഷ്യം വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പ് 1 എലമെന്റ്സ് എന്ന് പറയാ. ഗ്രൂപ്പ് 1 കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ഗ്രൂപ്പ് 1 ആളൊന്നുമല്ല, ലിഥിയത്തിന്റെ മുകളിലാണ് ഹൈഡ്രജൻ ഇരിക്കണേ. എന്നാലും ഹൈഡ്രജന് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഹൈഡ്രജന് ഗ്രൂപ്പ് ഒന്നും ഇല്ല. പക്ഷെ ഹൈഡ്രജന് പീരീഡ് ഉണ്ട് കേട്ടോ. ഏത് പീരീഡാ? ഫസ്റ്റ് പീരീഡിലെ. ഇവിടെ കണ്ടോ, ഫസ്റ്റ് പീരീഡിലെ എലമെന്റ്സ് ആരൊക്കെയാ? ഹൈഡ്രജനും ഉണ്ട്. ഇവിടെ കണ്ടോ, അടുത്തത് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹീലിയം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പീരീഡിലെ എലമെന്റ് ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ഹീലിയോ ആണ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ ഹൈഡ്രജന് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ലിഥിയം തൊട്ട് ഫ്രാൻഷ്യം വരെയുള്ള ആൾക്കാരെ ജസ്റ്റ് ഒരു ചെറിയ കോഡ് വെച്ചിട്ട് സെറ്റ് ആക്കാം. ഇവിടെ ഓർക്കുക, ലീനയ്ക്ക് റൂബി വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാഷ് വേണം. അത് ഫ്രണ്ടിനോട് ചോദിച്ചു കേട്ടോ. ലീനയ്ക്ക് റൂബി വാങ്ങാനായിട്ട് ക്യാഷ് വേണം. അപ്പൊ എന്താ നമ്മുടെ കോഡ്? ലിഥിയം, പിന്നെ ലീന, അപ്പൊ സോഡിയം. എൻ എന്ന് പറഞ്ഞാൽ സോഡിയം ആണ്. ലീനയ്ക്ക് കെ എന്ന് പറയുന്നത് പൊട്ടാഷ്യം, റൂബി എന്ന് പറയുമ്പോൾ റുബീഡിയം, ക്യാഷ് CS, അതുപോലെ തന്നെ ഫ്രണ്ടിനോട് ചോദിച്ചു ഫ്രാൻഷ്യം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ്. ഇനി നമുക്ക് ഇതിന്റെ തിയറി നോക്കാം, എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തിയറി നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ കൊടുക്കാം LiNaK. Liയുടെ അറ്റോമിക് നമ്പർ, നമ്മുടെ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കിയേ, മുകളിൽ എഴുതിയേക്കുന്ന കണ്ടോ, 3 ആണ് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 3 എഴുതി. ഇനി സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11 ആണ്. പൊട്ടാഷ്യത്തിന്റെ എത്രയാ? 19 ആണ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് എഴുതി നോക്കാം. ഇപ്പൊ 3നെ നമ്മൾ 2,1 എന്ന് എഴുതും. സോഡിയത്തിന് എങ്ങനെ എഴുതും? 2,8,1 എന്ന് എഴുതും. ഓക്കെ, പൊട്ടാഷ്യത്തിന് എങ്ങനെ എഴുതും? 2,8,8,1 എന്ന് എഴുതും. അപ്പൊ ഇത് എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, ഞാൻ തീർച്ചയായിട്ടും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 അല്ലെ? അതുകൊണ്ടാണ് ഇവരെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് എന്ന് പറയുന്നത്. ആരെയൊക്കെ? നമ്മുടെ ലീനയ്ക്ക് റൂബി വാങ്ങാൻ ക്യാഷ് ഫ്രണ്ടിനോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, എലമെന്റ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാം നമ്മൾ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു കുത്തിനെടുക്കുന്നതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു അല്ലെ? കുത്തിനെടുക്കുന്നതാണ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ വരയ്ക്കുമ്പോൾ ഈ 2,1 എങ്ങനെ നമ്മൾ വരയ്ക്കുക? ഇതിപ്പോ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റിനും ആദ്യം 2 ഇലക്ട്രോൺ. അപ്പൊ ഞാൻ ഇവിടെ 2 വരച്ചു. പിന്നെ അടുത്ത ഷെല്ലില് 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ, ലിഥിയത്തിന്റെ കിട്ടുന്നത്. അതേപോലെ തന്നെ സോഡിയം നോക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ 281 അല്ലെ? അപ്പൊ എങ്ങനെയാ വരയ്ക്കാത്? ഇതേപോലെ ന്യൂക്ലിയസ് വരച്ചു, 2 ഇലക്ട്രോൺ താഴെ, പിന്നെ 8 ഇലക്ട്രോൺ അടുത്ത ഷെല്ലില്, പിന്നെ 1 ഇലക്ട്രോൺ അതിന്റെ അടുത്ത ഷെല്ലില്. അപ്പൊ ഇത് നമ്മുടെ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ആദ്യം കൊടുത്തിട്ടുള്ള ലിഥിയം, പിന്നെ കൊടുത്തിട്ടുള്ള സോഡിയം. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ലിഥിയം, സോഡിയം അല്ലെ? അപ്പൊ താഴത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റി? സൈസ് കൂടി കൂടി വരുമല്ലേ? ലിഥിയത്തിനേക്കാളും സൈസ് കൂടുതലാണ് സോഡിയത്തിന് അല്ലെ? അപ്പൊ സോഡിയത്തിന് സൈസ് കൂടി. ഇനിയിപ്പോ ഞാൻ പൊട്ടാഷ്യം വരയ്ക്കുമ്പോൾ ഈ സോഡിയത്തിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടായിരിക്കും പൊട്ടാഷ്യം വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി, ഗ്രൂപ്പില് എന്തുകൂടി? ഷെൽസ് കൂടി. ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യത്തെ കേസ് ആണെങ്കിൽ 2, 1, അപ്പൊ 2 ഷെല്ല്. ഇനി അടുത്ത കേസ് സോഡിയത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 2, 8, 1 അല്ലെ? അപ്പൊ 3 ഷെല്ല്. ഇനി പൊട്ടാഷ്യത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 4. അപ്പൊ ഗ്രൂപ്പില് താഴത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് സൈസ് കൂടും, അതേപോലെ തന്നെ ഷെൽസിന്റെ എണ്ണവും കൂടും. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. അതായത് ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണല്ലോ, നമ്മുടെ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ലിഥിയത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിൽ അല്ലെ? അതേസമയം സോഡിയത്തിന്റെ കേസ് നോക്കുകയാണെങ്കിലോ ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കൂടി അല്ലെ? ഇനി ഞാൻ പൊട്ടാഷ്യം വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലുതാവും. ഞാൻ പൊട്ടാഷ്യം കൂടെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ദൂരം കൂടും. അപ്പൊ ഈ ദൂരം കൂടുന്ന അനുസരിച്ച് എന്താ പറ്റുക? ദൂരം കൂടുന്ന അനുസരിച്ചിട്ട് ന്യൂക്ലിയസ് ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ്, ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ശരിയല്ലേ? വളരെ ദൂരെയാണെങ്കിൽ ഫോഴ്സ് കുറഞ്ഞു വരില്ലേ? അപ്പൊ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ഫോഴ്സ് കുറയുമ്പോൾ എന്ത് പറ്റും? ഈ
ഇലക്ട്രോണിനെ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. മനസ്സിലായോ? കാരണം ഫോഴ്സ് കുറയല്ലേ, അപ്പൊ നമുക്ക് ആ ഇലക്ട്രോണിനെ അവിടെ നിന്ന് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മെറ്റാലിക് പ്രോപ്പർട്ടി എന്താ? മെറ്റാലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അപ്പൊ ഇതേപോലെ സൈസ് കൂടുന്ന അനുസരിച്ചിട്ട് മെറ്റാലിക് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും? മെറ്റാലിക് പ്രോപ്പർട്ടിയും കൂടും. ശരിയല്ലേ? കാരണം എന്താ? സൈസ് കൂടുന്ന അനുസരിച്ചിട്ട് ഫോഴ്സ് കുറയും. ഫോഴ്സ് കുറവാണെങ്കിൽ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ സുഖമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഈ ഇലക്ട്രോണിനെ സുഖമായിട്ട് മാറ്റാന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പൊ മെറ്റാലിക് പ്രോപ്പർട്ടിയും കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് സൈസ് കൂടും, ഷെൽസിന്റെ എണ്ണം കൂടും, മെറ്റാലിക് പ്രോപ്പർട്ടി കൂടും. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. തെറ്റാണ് അല്ലെ? നമ്മൾ പഠിച്ചു ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നു. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പീരിയഡില് ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് നോൺ മെറ്റൽസ് ആയിട്ട് മാറും കേട്ടോ. കൂടുതൽ നോൺ മെറ്റൽസ് ആയിട്ട് മാറും. അപ്പൊ ലോഹ സ്വഭാവം കുറയുന്നു, അത് കറക്റ്റ് ആണ് അല്ലെ? അതായത് മെറ്റാലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റാലിക് സ്വഭാവം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ പീരിയഡിൽ അങ്ങനെയല്ല, പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് സൈസ് കുറയും കേട്ടോ. സൈസ് കുറഞ്ഞു വരും. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് സൈസ് കുറഞ്ഞു വരും. ഇനി ഗ്രൂപ്പിൽ എങ്ങനെയാ? മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ചിട്ട് സൈസ് കൂടി വരും. ഓക്കെ, ഇനി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നാണോ നമ്മൾ പഠിച്ചേ? അല്ല അല്ലെ? മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുന്നു. നമ്മളിപ്പോ പഠിച്ചില്ലേ മെറ്റാലിക് പ്രോപ്പർട്ടി കൂടും. അലുമിനിയം, മെഗ്നീഷ്യം, പൊട്ടാഷ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായിട്ടുള്ള ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും മെറ്റാലിക് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലോഹ സ്വഭാവത്തിന്റെ ശരിയായിട്ടുള്ള ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൾക്കാർ ആരൊക്കെയല്ലേ? ബോറോൺ ഉണ്ട്, അലുമിനിയം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ആരൊക്കെയല്ല ഇവിടെ നോക്കിയേ? മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ഞാൻ സർക്കിൾ ചെയ്യുന്നുണ്ട്. മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, അതുപോലെ തന്നെ ബോറോണും അലുമിനിയം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ കറക്റ്റ് അതിന്റെ മെറ്റാലിക് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? മെറ്റാലിക് പ്രോപ്പർട്ടി കുറയും അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെഫ്റ്റിൽ ഉള്ളത് ആരാ? പൊട്ടാഷ്യം ആണ്. അപ്പൊ പൊട്ടാഷ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ ആർക്കാ വരുന്നത്? മെഗ്നീഷ്യത്തിനാണ് അല്ലെ? അപ്പൊ മെഗ്നീഷ്യം. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ, ബോറോന്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ബോറോണ്ട വരുന്നത് അല്ലെ? അപ്പൊ ബോറോൺ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ബോറോന്റെ അടിയിലാണ് അലുമിനിയം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളിന്ന് താഴത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് മെറ്റാലിക് പ്രോപ്പർട്ടി കൂടും. അപ്പൊ ബോറോണാണോ അലുമിനിയത്തിനാണോ കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി? അലുമിനിയത്തിനല്ലേ? അപ്പൊ അലുമിനിയം, ബോറോൺ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? KMg. പിന്നെ അലുമിനിയം കഴിഞ്ഞിട്ടാണ് ബോറോൺ. കാരണം ഈ ബോറോണും അലുമിനിയം ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. പക്ഷെ അലുമിനിയം താഴെ വന്നതുകൊണ്ട് താഴത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് മെറ്റാലിക് കൂടും. അതുകൊണ്ട് അലുമിനിയത്തിന് ബോറോണിനേക്കാളും കൂടുതലാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? നമ്മുടെ ആൻസർ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം K ആണ്. അപ്പൊ തന്നെ കഴിഞ്ഞു അല്ലെ? ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാ? ഓപ്ഷൻ A ആണ്. F is equal to R/2. ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. R is equal to 2F ആണ്. എന്താണ്? R is equal to 2F. ഇതൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ F is equal to R/2 അല്ലെ? 2 ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും താഴ്ത്തിക്കാവും. അപ്പൊ F is equal to R/2 എന്നുള്ളത് കിട്ടും. അപ്പൊ ഇതേപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. R is equal to 2F ആണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽസ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ ന്യൂമറിക്കൽസ് ഞാൻ സെറ്റ് ആക്കട്ടെ. ഞാനപ്പോ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ന്യൂമറിക്കൽ സെറ്റ് ആക്കി പഠിപ്പിച്ചു തരാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് അല്ലെ? ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണത്തിന് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ SCERT ടെക്സ്റ്റിൽ എവിടെയാ കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ,
അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടോ SCERT ടെക്സ്റ്റിലെ 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള ഓക്സിജന്റെ മറ്റു ഉപയോഗങ്ങൾ ഏതെല്ലാം? ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട്, കൃത്രിമ ശ്വസനത്തിന്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ് നമ്മളോടും ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പെടാത്തത് ഏതെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ SCERTക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഓരോന്ന്, അപ്പൊ ഇവിടെ നമ്മൾ ഓക്സിജന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഓരോന്നിന്റെയും നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെ തന്നെ ഹൈഡ്രജന്റെയും പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെയാ കൊടുത്തിട്ടുള്ള? ഹൈഡ്രജന്റെ ചില ഉപയോഗങ്ങൾ തന്നിരിക്കുന്നു. അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, പിന്നെ അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന്, ഇന്ധനമായിട്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. കാരണം ഓക്സിജൻ ചോദിച്ച സ്ഥിതിക്ക് ഹൈഡ്രജൻ ചോദിക്കാം, അതേപോലെ തന്നെ സൾഫർ ചോദിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് എക്സാമിനും ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനി നൈട്രജന്റെ നോക്കിയേ. നൈട്രജന്റെ ഉപയോഗങ്ങൾ, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നു. വാഹനങ്ങളുടെ ടയറുകൾ നിറയ്ക്കുന്നതിന്, ദ്രവീകരിച്ചുള്ള നൈട്രജൻ ശീതീകാരിയായിട്ട് യൂസ് ചെയ്യുന്നു. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്. ഇതെല്ലാം നൈട്രജന്റെ യൂസസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ ഇത് പഠിക്കുക. ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്ലോറിന്റെ നോക്കാം. ക്ലോറിന്റെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലോറിന്റെ ഉപയോഗങ്ങൾ, ബ്ലീച്ചിങ്ങിന് നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യും. കീടനാശിനിയായിട്ട് നിർമ്മിക്കുന്നു. തുണികളിലെയും മറ്റ് കറ കളയുന്നതിന്, ജലം ശുദ്ധീകരിക്കുന്നതിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അപ്പൊ ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നത് ഏതാണ്? ക്ലോറിൻ ആണ്. അപ്പൊ എല്ലാം കറക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റിന്റെ PDF ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ടെലഗ്രാം ചാനല് ശ്രുതി എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ആൻസർ കാർമോയിസിൻ ആണ്. കാർമോയിസിൻ. ഓക്കെ, അപ്പൊ ചുവപ്പ് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാർമോയിസിൻ എന്ന് പറയുമ്പോണ്ടല്ലോ ക്യാരറ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഒരു റെഡ് കളർ കേട്ടോ. ക്യാരറ്റിന് റെഡ് അല്ല, എന്നാലും റെഡ് കളർ ആയിട്ടോ ഒന്ന് ഓർത്തു വെക്കാം. പിന്നെ ടാട്രാസിൻ എന്ന് പറയുന്ന യെല്ലോ കളറാണ്. ടാട്രാസിൻ യെല്ലോ ആണെന്നുള്ളത്, മഞ്ഞ കളറാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി ഇൻഡിഗോ കാർമൈൻ, ഇൻഡിഗോ കളർ അല്ലെ, ഇൻഡിഗോ കളറാണ്. പിന്നെ ഫാസ്റ്റ് ഗ്രീൻ, അതൊരു ഗ്രീൻ കളറാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് കാർമോയിസിൻ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ചോദിക്കുകയാണെങ്കിൽ അത് ഭ്രമണമാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഭൂമിയുടെ തന്നെ ചലനം പറയുകയാണെങ്കിൽ ഭ്രമണമാണ്. കാരണം ഭൂമിയുടെ ആക്സിസ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയാണ്. അപ്പൊ ഭ്രമണമാണ്, റൊട്ടേഷൻ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. അതേസമയം ആ ഒരു ആക്സിസ് അല്ലെങ്കിൽ അക്ഷം ആ വസ്തുവിന്റെ പുറത്താണെങ്കിൽ നമ്മൾ അതിനെ പരിക്രമണത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയും അല്ലെ. ഇനി നേർരേഖാ ചലനം എന്ന് പറയുന്നത് നമ്മുടെ ലിഫ്റ്റിന്റെ കേസും അതുപോലെ തന്നെ ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം, അതൊക്കെ നേർരേഖാ ചലനത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. വർത്തുള മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷൻ ആണ്. ദോലനം എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആണ്. അല്ലെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതാണ്. ഇനി ദ്രുതഗതിയിലുള്ള ഓസിലേഷൻ എന്താ പറയാ? കമ്പനം എന്ന് പറയും അല്ലെ. റാപ്പിഡ് ആയിട്ടുള്ള ഓസിലേഷന് കമ്പനം എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പാരമ്പര്യേതര എന്ന് പറയുമ്പോൾ കാറ്റ്, തിരമാല അല്ലെ, ഇത് രണ്ടുമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സൗരോർജം, കാറ്റ്, തിരമാല. അപ്പൊ ആൻസർ വരുന്നത് 1 and 2 ആണ് കേട്ടോ. അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ, അതായത് കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മണ്ണെണ്ണ ഉണ്ട്, ടാറ്, LPG, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിലെന്താ പറയുന്നത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത്. ഇവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. മനസ്സിലായോ? ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ പെടുന്നത്. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സൗരോർജം, കാറ്റ്, തിരമാല, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകൾ. അപ്പൊ അതിനെയാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പാരമ്പര്യേതര എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? സൗരോർജം, കാറ്റ്, തിരമാല, ഇതൊക്കെയാണ് എന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് പാരമ്പര്യേതര എന്ന് പറയുമ്പോണ്ടല്ലോ കുറച്ചും കൂടെ വലുതല്ലേ.
അപ്പൊ കുറച്ചും കൂടെ അല്ലെ, കുറച്ചും കൂടെ നീളം കൂടുതലല്ലേ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിനേക്കാളും കുറച്ചും കൂടെ നീളം കൂടിയതല്ലേ പാരമ്പര്യേതര എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ കുറച്ചും കൂടെ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കാം. നമ്മുടെ സൗരോർജ്ജവും കാറ്റും തിരമാലയും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനുള്ള ചോദ്യം. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്, ശരിയാണ്. ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്, കറക്റ്റ് ആണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, തെറ്റാണ് അല്ലെ. ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് ഉള്ളത്, അത് ശരിയാണ് കേട്ടോ. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയാണ് ഉള്ളത്. അപ്പൊ ആൻസർ വരുന്നത് 1 ഉം 2 ഉം 4 ഉം ആണ്. സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് SCERT എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ SCERT ക്ലാസ് 9ത്തെ ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ അറിയാം നമ്മൾ ഈ SCERTയുടെ ബോക്സുകൾ ഉണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിൽ തന്നെയാണ് മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്ര ഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലുപ്പമായിട്ട് നോക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന്റെ സൈസ് കുറച്ചും കൂടെ ചെറുതാണ് അല്ലെ. ന്യൂക്ലിയസിന്റെ വലുപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായിട്ടും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഒരു ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും അതിന്റെ മാസും എവിടെയാണ് അത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്? അതിന്റെ ന്യൂക്ലിയസിനകത്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയം ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ തീരെ ചെറുതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റലിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ആ 2 ടെക്സ്റ്റിലത്തെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ആറ്റത്തിന്റെ ഘടന, അതേപോലെ തന്നെ പീരിയോഡിക് ടേബിൾ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായിട്ടുള്ള ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്, ശരിയാണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നു. ടാനിക് ആസിഡോ, ടാനിക് എന്ന് പറയുമ്പോൾ മഷി, തുകൽ ഇവയുടെ നിർമ്മാണം. ഓക്കെ, അപ്പൊ മഷിയുടെ ഒക്കെ ഒരു ടാൻ വന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നമ്മൾ പറയില്ലേ സൺ ടാൻ, അതേപോലെ തന്നെ മഷിയുടെ ഒക്കെ ഒരു ടാൻ വന്നു എന്ന് പറയാം. അപ്പൊ ടാനിക് ആസിഡ്, മഷി, പിന്നെ തുകൽ ഇവയുടെ നിർമ്മാണം. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം ഏതാണ് നമ്മൾ പറയുന്നത്? അസറ്റിക് ആസിഡ് ആണോ? അല്ല. നൈട്രിക് ആസിഡും അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് SCERT ടെക്സ്റ്റിൽ അതേപോലെ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിനാഗിരിയിൽ എന്തിനൊക്കെയാ യൂസ് ചെയ്യുന്ന? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ വിനാഗിരി. പിന്നെ സിട്രിക് ആസിഡ് ഉണ്ട്. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, സിട്രിക് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട്. പിന്നെ നൈട്രിക് ആസിഡ്, അത് രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് കേട്ടോ. നൈട്രിക് ആസിഡും അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും. ഇനി സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി, അതും പഠിച്ചു വെക്കുക. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യാം. ടാനിക് ആസിഡോ, ടാനിക്, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുള്ള അതേ ബോക്സ് ആണ് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ SCERTയിൽ കാണുന്ന ഒരു ബോക്സും ഒഴിവാക്കണ്ട, മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓക്കെ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ്, ശരിയാണ്. പ്രോട്ടോണിന്റെ എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ 3 ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. സോ ഇറ്റ്സ് ഓപ്ഷൻ എ. ഓക്കെ, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല കേട്ടോ. ആ കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അടുത്തത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ് ഈ അയിര് കണ്ടുപിടിക്കുന്നത്. ഏത് ലോഹത്തിന്റെ അയിരാണ് കെലാമിൻ? കെലാമിൻ ഏതിന്റെയാണ്? സിങ്കിന്റെ ആണ് കേട്ടോ. സിങ്കിന്റെ അയിരാണ് കെലാമിൻ. ഓക്കെ, ജസ്റ്റ് ഓർത്തോളൂ. കെലാമിൻ ലോഷൻ ഒക്കെ അറിയാലോ ഇല്ലേ? കെലാമിൻ ലോഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഇടും എന്നൊക്കെ ഓർക്കാലോ. അപ്പൊ S വെച്ചിട്ടുള്ള Sഉം Kയും ഒക്കെ ഉള്ള എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. സിങ്ക് കേട്ടോ, സിങ്ക് ആണ്. അതേപോലെ തന്നെ സിങ്ക് ബ്ലെൻഡും ഉണ്ട്, അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. സിങ്ക് ബ്ലെൻഡും കൂടെ ഉള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലെ. അലുമിനിയത്തിന്റെ അയിര്
ബോക്സൈറ്റും ക്രയോലൈറ്റും ഉണ്ട്, ക്രയോലൈറ്റ്. ഓക്കെ, അപ്പൊ അലുമിനിയത്തിന്റെ ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അതേപോലെ തന്നെ ക്രയോൺസ് ഒക്കെ ഉള്ള ബോക്സ് ആണെന്ന് ഓർക്കാം. അലുമിനിയത്തിന്റെ ഓരോ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇനി കോപ്പറിന്റെ പറയുകയാണെങ്കിൽ കോപ്പറിന്റെ വരുന്നത് മെലക്കൈറ്റ് ഉണ്ട്, മെലക്കൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെ കുപ്രൈറ്റ് ഉണ്ട്, കുപ്രൈറ്റ്. ഓക്കെ, കാൽക്കോ പൈറൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, കാൽക്കോ പൈറൈറ്റ്. അപ്പോൾ മെയിൻ ആയിട്ട് മെലക്കൈറ്റും കുപ്രൈറ്റും ആണ്. കോപ്പറിന്റെ ഒരു മാല എന്നുള്ള രീതിയിൽ ഓർക്കാം. കോപ്പറിന്റെ മാല കുപ്രൈറ്റും കൂടിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. കോപ്പർ പോലെ തന്നെ കുപ്രൈറ്റ് അല്ലെ. ഇനി അടുത്ത ഇരുമ്പാണ്. ഇരുമ്പിന്റെ പറയുമ്പോൾ ഇരുമ്പിന്റെ ഏതൊക്കെയുള്ള? ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ അയൺ പൈറൈറ്റ്സ് ഉണ്ട് കേട്ടോ, അയൺ പൈറൈറ്റ്സ്, അയൺ പൈറൈറ്റ്സ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അലുമിനിയത്തിന്റെ ബോക്സ്, അതുപോലെ തന്നെ ക്രയോൺസ് ഉള്ളത്, ക്രയോലൈറ്റ്, പിന്നെ കെലാമിന്റെ സിങ്ക്, കോപ്പർ, മെലക്കൈറ്റ്, കുപ്രൈറ്റ്, കാൽക്കോ പൈറൈറ്റ്. ഇരുമ്പിന്റെ ആണെങ്കിൽ അയൺ പൈറൈറ്റ്സ്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അഷ്ടക നിയമം കേട്ടോ, അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെ. അത് ആവിഷ്കരിച്ചിട്ടുള്ള ആരാണ്? ന്യൂലാൻഡ്സ് ആണ്, ന്യൂലാൻഡ്സ്. ഓക്കെ, അഷ്ടക നിയമം. അപ്പോ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തേക്കാണ് കേട്ടോ. മൂലകങ്ങളുടെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ 8ാമത് വരുന്ന ഓരോ മൂലകവും 1ാമത്തെ മൂലകത്തിന്റെ ഗുണങ്ങളായിട്ട് ആവർത്തിച്ചു വരുന്നു. അപ്പൊ അതാണ് അഷ്ടകം എന്ന് പറയുന്നത്, 8. ഓക്കെ, നമ്മുടെ സംഗീതത്തിലൊക്കെ പറയുന്ന പോലെ സരിഗമ പദനിസ അല്ലെ, 8 എണ്ണം എന്നുള്ള രീതിയിൽ. ന്യൂലാൻഡ്സ് കേട്ടോ, ജസ്റ്റ് ഓർക്കാം. അഷ്ടക നിയമം എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാലോ. അപ്പൊ നമ്മളൊരു പുതിയ ലാൻഡിൽ എത്തും അല്ലെ, നമ്മൾ മ്യൂസിക് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ന്യൂ ലാൻഡിൽ എത്തും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ന്യൂ ലാൻഡ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. അതേപോലെ തന്നെ ഭാരത്തിന്റെ അറ്റോമിക ക്രമമാണെന്നുള്ള കാര്യം പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിലാണിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇനി ഡൊബ്രൈനർ ട്രയാഡ്സ് ആയിട്ട്, തൃകങ്ങളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. തൃകങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ്. ഇനി ഓർത്തു വെക്കാം, ഡൊബ്രൈനർ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തേക്കണത് ഡോബ് ആണെന്നാലും ഡോഗ് എന്ന് ഓർത്തേക്കാണ്. ഡോഗും ആടും. ട്രയാഡ് എന്ന് പറയുമ്പോൾ ആടും, ഡോഗും ആടും എന്നാണ് ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് കേട്ടോ. ഇനി മെന്റലീഫ്. മെന്റലീഫ് എന്ന് പറയുന്നത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെന്റലീഫ് ആണ്. ആവർത്തന പട്ടികയുടെ കേട്ടോ. ഇനി മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് മെന്റലീഫ് ആണ്. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. അതേപോലെ തന്നെ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഇനി മോസ്ലി എന്ന് പറയുന്നതോ, മോസ്ലിയുടെ മോ വെച്ചിട്ട് തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് കേട്ടോ. അപ്പൊ മോഡേണിന്റെ മോയും മോസ്ലിയുടെ മോയുമായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ചോദിക്കുകയാണെങ്കിൽ മോസ്ലിയാണ്. അതേസമയം പീരിയോഡിക് ടേബിളിന്റെ അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മെന്റലീഫ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി ജലത്തിലെ ഘടക മൂലകങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ. ജലം എന്ന് പറയുമ്പോൾ H2 ആണ്. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് അല്ലെ. ഹൈഡ്രജനും ഓക്സിജനും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻക്യുബേറ്ററിൽ അടുത്ത ചോദ്യം നോക്കാം. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ പോയിന്റ്സ് നോക്കാം. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബവും അല്ലെ. അതായത് ഒബ്ജക്റ്റിന്റെ സൈസ് തന്നെയായിരിക്കും ഇമേജിന്റെ സൈസും. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ അതേ സൈസ് തന്നെയായിരിക്കില്ല കണ്ണാടിയിലും കാണാം. അപ്പൊ അത് കറക്റ്റ് ആണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബവും. പിന്നെ പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അത് തെറ്റാന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ അല്ലെ. സെയിം ആയിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അല്ല, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവും ദർപ്പണവും, ഇപ്പൊ നമ്മളും ഒരു മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ദർപ്പണവും, അതായത് നമ്മുടെ മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് രണ്ടും തുല്യമാണ് കേട്ടോ. അപ്പൊ അതോടെ പഠിച്ചു വെച്ചേക്കുക. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെയും, അതേപോലെ തന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ 77ന്റെ ആൻസർ ആയിട്ട് വരുന്നത് സവിശേഷതയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2ഉം 3ഉം ആണ് സവിശേഷത അല്ലാത്തത് കേട്ടോ. സോ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. അടുത്തത്, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. ഇവിടെയാണ് 27 1/3 ഡേ ആണ് കേട്ടോ. അപ്പൊ 27 1/3 ദിവസമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, ഇനി പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ്?
ഏത് തരം ചലനമാണ് പെൻസിലിന്റെ? വർത്തുള്ള ചലനം അല്ലെ? വർത്തുള്ള ചലനമാണ്. ഒരു സർക്കുലർ മോഷൻ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ വർത്തുള്ള ചലനമാണ്. ഇനി അടുത്തത് ദോലനമാണ്. ദോലനം എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആണ് കേട്ടോ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ടൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഈ പെൻഡുലൊക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന ഒരു ചലനത്തെയാണ് നമ്മൾ ദോലനം എന്ന് പറയാ. അതായത് നമ്മുടെ പെൻഡുലം പോലെ തന്നെ ഒരു നിശ്ചല ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന ആ ഒരു ചലനത്തെയാണ് ദോലനം എന്ന് പറയാ. അപ്പൊ അതിന്റെ എക്സാമ്പിളുകളായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഊഞ്ഞാല് പറയാം. ഊഞ്ഞാലിൽ നടക്കുന്നത് ദോലനമാണ്. അതേപോലെ തന്നെ പെൻഡുലം ക്ലോക്ക്. ഞാനത് വേഗം വേഗം പറഞ്ഞു പോവാട്ടോ. ദോലനം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഊഞ്ഞാലുണ്ട്, പിന്നെ പെൻഡുലം ക്ലോക്ക് ഉണ്ട്, പിന്നെ ഏതാ കടൽ തീരൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ദ്രുതഗതിയിലുള്ള ഓസിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ? കമ്പനം എന്ന് പറയാ കേട്ടോ. ദ്രുതഗതിയിലുള്ള ഓസിലേഷൻ എന്താ പറയാ? കമ്പനം എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് നേരേഖാ ചലനം? നേരേഖാ ചലനം എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ നേരേഖയിലുള്ള ചലനത്തെയാണ് നമ്മൾ നേരേഖാ ചലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ അല്ലെങ്കിൽ ട്രെയിൻ, ഇതൊക്കെ ഒരു ലീനിയർ മോഷനിലാണ് പോണേ അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ പോലെ. അപ്പൊ അതൊക്കെ നേരേഖ ചലനമാണ് കേട്ടോ. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ, അതേപോലെ തന്നെ ട്രെയിനിന്റെ മോഷനൊക്കെ അത് നേരേഖ ചലനമാണ്. അടുത്തത് ഭ്രമണമാണ്. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻ അല്ലെ? റൊട്ടേഷൻ. അപ്പൊ ഭ്രമണം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ പരിക്രമണം ഉള്ള കാര്യം ഓർത്തു വെക്കാം. പരിക്രമണം എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ ആണ്. ഇനി റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണത്തിൽ എന്താ പറയുന്നത്? അതായത് ആ ഒരു വസ്തുവിൽ തന്നെയായിരിക്കും അതിന്റെ ആക്സിസ് ഉണ്ടാവുന്നത്. അക്ഷം ആ വസ്തുവിൽ തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭൂമി സ്വയം തിരിയുന്നു. ഇപ്പൊ ഭൂമി സ്വയം തിരിയുകയാണെങ്കിൽ ഇപ്പൊ ഭൂമി ഇങ്ങനെ, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഭൂമിയുടെ അകത്ത് തന്നെ അല്ലെ? അല്ലെങ്കിൽ അതിന് ഉള്ളിൽ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ റൊട്ടേഷൻ മനസ്സിലായോ? അത് ആ ഒരു ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ അകത്തായിരിക്കും. അപ്പോ അങ്ങനെ വരുന്ന കേസാണ് നമ്മൾ ഭ്രമണത്തിൽ പറയാം. ഓക്കെ, ഇനി പരിക്രമണത്തിന്റെ കേസ് പറയുമ്പോ എങ്ങനെയാ? അക്ഷം ആ വസ്തുവിന്റെ പുറത്തായിരിക്കും അല്ലെ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നു. ഓക്കെ, ഭൂമി സൂര്യൻ, അപ്പോ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അതിനകത്തായിരിക്കില്ല അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. ഭൂമിയുടെ പുറത്തായിരിക്കും. ആ ഒരു കേസ് പറയുന്നതാണ് പരിക്രമണം. പരിക്രമണം. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ആക്സിസിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം, ചോദിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പമ്പരം കറങ്ങുന്ന കേസ് പറയുകയാണെങ്കിൽ അത് റൊട്ടേഷൻ ആണ്. കാരണം നമ്മുടെ ഭൂമിയുടെ കേസ്, ഭൂമി തിരിയുന്ന പോലെ തന്നെയാണ് പമ്പരത്തിന്റെ ഒരു റൊട്ടേഷൻ മോഷൻ വരുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് പമ്പരത്തിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഇനി ഒരു ജയിന്റ് വീലിന്റെ കേസ് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ജയിന്റ് വീലിന്റെ കേസ് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ അവിടെ റൊട്ടേഷൻ ആണ്. അതേസമയം ഈ ജയിന്റ് വീലിന്റെ ഓരോ എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ചെയർ പോലെ എടുക്കില്ലേ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നീരാവിയാണ് അല്ലെ? സ്റ്റീമാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള. ഊർജ്ജം ഉണ്ടെങ്കിൽ എനർജി കൂടുന്ന അനുസരിച്ചിട്ട് എന്താ പറ്റുക? മോളിക്യൂൾസിനൊക്കെ നീങ്ങാൻ പറ്റും, ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലെ നീരാവിയാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയന്റെ അയിര് ഏതെന്നാണ് ചോദ്യം. വീണ്ടും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അയിര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോ അയന്റെ അയിര് ചോദിക്കുകയാണെങ്കിൽ അയന്റെ ഏതാണ്? ഹെമറ്റൈറ്റ് ആണ് അല്ലെ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റ് ഒക്കെ അയന്റെ അയിരുകളായിട്ട് പറയുന്നതാണ്. ബോക്സൈറ്റ് നമ്മുടെ അലുമിനിയത്തിന്റെ ബോക്സ് എന്ന് പറഞ്ഞു അല്ലെ? ക്രയോലൈറ്റ് ഒക്കെ വരുന്നത് കെലാമിൻ സിങ്കിന്റെ ആണെന്ന് അറിയാം. ഓക്കെ, കുപ്രൈറ്റ് ഏതിന്റെയാണ്? കുപ്രൈറ്റ് കോപ്പറിന്റെ ആണ്. ഓക്കെ, ഇനി ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ആയിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം അത് നൈലോൺ ആണ്. അപ്പൊ നൂലിന്റെ നാ വെച്ചിട്ട് തന്നെ നൈലോൺ കേട്ടോ, നൈലോൺ ആണ്. അതേസമയം ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് പ്ലാസ്റ്റിക് ചോദിക്കുകയാണ് ഏതാണ്? അത് ബേക്ക്ലൈറ്റ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ അത് ബേക്ക്ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് വെച്ചിട്ടൊക്കെ കവർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇതാണ് കേട്ടോ, പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ബേക്ക്ലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? ഓക്കെ, അപ്പോ ജസ്റ്റ് മനസ്സിലാക്കിയത് നമ്മുടെ മിറർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വന്ന് വീഴുന്ന റേനെയാണ് നമ്മൾ പതന രശ്മി എന്ന് പറയുന്നത്. ഇതാണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. ഇത് പ്രതിപതന രശ്മിയാണ്. അപ്പൊ ഈ ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? അതും 60 ഡിഗ്രി തന്നെയാണ് അല്ലെ? സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. ഇനി മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ഏതാണ്? മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം അതിനെ പറയുന്നത്
സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം അല്ലെ, പ്രതലബലം. ഇനി വിസ്കസ് ബലം എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കസ് ഫോഴ്സ് ആണ് വിസ്കസ് ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡിന്റെ ലെയേഴ്സ് തമ്മിലുള്ള ഒരു എന്താ പറയാ തമ്മിലുള്ള ഒരു ഘർഷണ ബലം, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാ. ലെയേഴ്സുകൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മോഷനെ, അതായത് നീങ്ങുന്ന ഒരു വസ്തുവിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം കേട്ടോ. അതാണ് ഘർഷണ ബലം. അപ്പൊ വെള്ളത്തിന്റെ കേസ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെയേഴ്സിന്റെ കേസ് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നതാണ് വിസ്കസ് ബലം. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഭൂഗുരുത്വ ബലം. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഭൂഗുരുത്വ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ല, എല്ലാ ബോഡിയും മറ്റെല്ലാ ബോഡീസിനും അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ ഒന്ന് വീഴാത്തതിന്റെ മെയിൻ റീസൺ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എന്താ? ഇതാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാ? നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ചോദിക്കുകയാണെങ്കിൽ അത് സർഫസ് ടെൻഷൻ ആണ്, പ്രതല ബലം. ഫാരൻ ഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ താപനിലയ്ക്ക് തുല്യമായിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫാരൻ ഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. എന്താണ് സെൽഷ്യസും ഫാരൻ ഹീറ്റും തമ്മിലുള്ള ആ ഒരു ഫോർമുല? എന്താ? എല്ലാവരും പഠിച്ചേക്കുക. C is equal to 5/9 into F minus 32. ഓക്കെ, ഇതെല്ലാവരും പഠിക്കുക കേട്ടോ. C is equal to 5/9 into F minus 32. ഇപ്പൊ ഇവിടെ ഫാരൻ ഹീറ്റിലെ റീഡിംഗ് എത്രയാ കൊടുത്തിട്ടുള്ളത്? 32 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ, 32 ഫാരൻ ഹീറ്റ്. അപ്പൊ ഇവിടെ എഫിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 32 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 32 മൈനസ് 32 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും അല്ലെ. 0 into 5/9 എന്ന് പറയുമ്പോൾ 0 ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലെ റീഡിംഗ് എത്രയായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ആൻസർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇതേപോലെ തന്നെ അറിഞ്ഞു വെച്ചേക്കാം, വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. K is equal to C plus 273.15. ഓക്കെ, അപ്പോ അതായത് ഇപ്പൊ നമ്മുടെ സെൽഷ്യസ് സ്കെയിലില് 15 റീഡിംഗ് കാണിക്കണേന്ന് വിചാരിച്ചോളൂ കേട്ടോ, 15. അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും കാണിക്കുക? ഇപ്പൊ എന്ത് ചെയ്യണം? 273.15 പ്ലസ് 15 അല്ലെ, 15 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 288.15 എന്ന് പറഞ്ഞ് കിട്ടും. 288.15 അതായിരിക്കും നമ്മുടെ കെൽവിൻ റീഡിംഗ് കാണിക്കുക. അപ്പൊ ഈ ഒരു ഫോർമുലയും കൂടെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? കെൽവിൻ ഇസ് ഈക്വൽ ടു C, അതായത് സെൽഷ്യസ് പ്ലസ് 273.15. അടുത്ത് നമുക്ക് എന്താണ് കേവല പൂജ്യം എന്നുള്ളത് നോക്കാം. ഒരു വസ്തുവിനെ നമ്മൾ തണുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുക? അതിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അതിന്റെ ഗതികോർജം കുറഞ്ഞു വരും അല്ലെ. തണുപ്പ് കൂടുന്ന അനുസരിച്ചിട്ട് വെലോസിറ്റി അതിന് ചലിക്കാൻ പറ്റുന്നില്ലല്ലോ, ചലനം കുറയും. അപ്പോ തണുപ്പിക്കുന്നത് കൂടുന്ന അനുസരിച്ചിട്ട് അതിന്റെ ഗതികോർജം കുറഞ്ഞു വരും. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ഗതികോർജം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഏതോ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. ആ ഒരു ടെമ്പറേച്ചറിനെ ആണ് നമ്മൾ പറയുന്നത് കേവല പൂജ്യം. മനസ്സിലായോ? അപ്പൊ ആ കേവല പൂജ്യം എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -273.15 ആണ്. അതേസമയം കെൽവിൻ സ്കെയിലിലാണെങ്കിൽ 0 കെൽവിൻ ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കേവല പൂജ്യം എന്ന് പറയുമ്പോൾ കെൽവിനിലാണെങ്കിൽ 0 കെൽവിൻ, അതേസമയം ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -273.15. അപ്പൊ ഇതൊന്നും ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. കേവല പൂജ്യം, കെൽവിൻ പൂജ്യം അല്ലെ, കേവല പൂജ്യം, കെൽവിൻ പൂജ്യം. അപ്പൊ 0 കെൽവിൻ എന്നുള്ളത് പഠിച്ചു. അതിന്റെ കൂടെ തന്നെ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് ഏതാണ്? ഇവിടെ 0 കെൽവിൻ കൊടുത്തിട്ടില്ല അല്ലെ, അതുകൊണ്ട് തന്നെ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.